പാരന്റ്സ് എല്ലായിടത്തും നല്ലവരൊന്നും അല്ല. അത് പറയുന്നതിൽ വിഷമമുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ മനസ്സിലാക്കി വരുന്നിടത്ത് പാരന്റ്സിനെ കണ്ടു കഴിഞ്ഞാൽ റെസ്പെക്ട് ചെയ്യണം, ടീച്ചേഴ്സിനെ കണ്ടു കഴിഞ്ഞാൽ റെസ്പെക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അങ്ങനെ അല്ലാത്തവരും ഉണ്ട്. ഈവൻ ചില കേസൊക്കെ കാണുമ്പോൾ എന്തിനാണ് പേരൻസ് ഇങ്ങനെ കാണിക്കണേന്ന് തോന്നുന്നു. കാരണം സിംഗിൾ ചൈൽഡാണ്. ഓക്കെ, സിംഗിൾ ചൈൽഡ് ആകുമ്പോൾ അവർക്ക് വേറെ പ്രാരാബ്ദമോ കാര്യങ്ങളോ ഒന്നുമില്ല. ബട്ട് 2023 ആകുമ്പോഴത്തേക്കും മാരേജ് എന്നുള്ളൊരു ഇതിൽ പോകുന്നു. അവർക്ക് ബെറ്റർ എന്ന് തോന്നുന്ന ഒരു അലയൻസ് വരുമ്പോഴത്തേക്കും കല്യാണം കഴിപ്പിച്ച് വിടുന്നു. റീസെൻ്റ്ലി ഉണ്ടായിരുന്നൊരു കേസിനകത്ത് കുട്ടിക്കൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെന്നല്ലോ, അത് വലിയ സംഭവം ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല. അപ്പോഴത്തേക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത ആളായതുകൊണ്ട് പാർട്ട്ണറിനെ കിട്ടില്ല എന്ന് പറഞ്ഞ് വരുന്ന ആരാണെങ്കിലും ശരി അയാളെ പിടിച്ച് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുക എന്നുള്ള രൂപത്തിൽ കല്യാണം കഴിപ്പിച്ച് കൊടുത്തു വിടുന്നു. ഇങ്ങനെ പോയി അവിടെ ചെന്നിട്ട് കുട്ടി സ്ട്രഗിൾ ചെയ്യുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് വരേണ്ടത്, ഇനി അതാണ് നിന്റെ വീട് എന്ന് പറയുന്നു. അവിടുന്ന് അടി കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വെറുതെ ഒന്നും അടി കിട്ടില്ല, നിന്റെ ഭാഗത്തും എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും എന്ന് പറയുന്നു. എവിടെ വരും? തിരിച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഹെൽപ്പിന് പോയി കഴിഞ്ഞാൽ ഫ്രണ്ട്സുമായിട്ടുള്ള കോൺടാക്ട്സ് എല്ലാം കട്ട് ചെയ്യിപ്പിക്കുന്നു. ഞാനെന്നാൽ ഹോസ്റ്റലിൽ പോയി നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും സമ്മതിക്കാതെ ബഹളവും പ്രശ്നങ്ങളും വഴക്കും മടി ഇടിയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഇവിടെ ഒരാളും നമ്മൾ കൺഫേം ചെയ്ത് ഞാൻ നോക്കിക്കോളാം എന്ത് വേണമെങ്കിലും ചെയ്തിട്ട് വന്നോളൂ എന്ന് പറയാൻ ഒരു ഗവൺമെന്റും ഇല്ല, ഒരു അസോസിയേഷൻസും ഇല്ല, ഒരു ഇൻഡിവിജ്വൽസും ഇല്ല, ഒരു മീഡിയ ഇല്ല.